മാലിയുടെ പുതിയ ഗെയിമായ ട്രക്ക് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ് ഗൈസ്. ഓക്കെ, ഈ ഗെയിമിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ട്രക്കാണ്. ഈ ട്രക്ക് ഞാൻ ഇങ്ങനെ മോഡിഫൈ ചെയ്താക്കിയതാണ് ഗൈസ്. ഇതിനകത്താണ് ഷോപ്പിൽ. ഇതാണ് ഇതിൻ്റെ നോർമൽ സ്പെക്ക്. ഫ്രണ്ട് ഞാൻ മൊത്തം പണിഞ്ഞതാണ്. ഇത് നമുക്ക് മാലിയ ഫ്രീ ആയിട്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് ഈ വണ്ടി മേടിക്കണം. ഈ വണ്ടി മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഫ്രീ മോഡും ഗ്യാഡിയർ മോഡുമാണ് ഗൈസ് ഉള്ളത്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പശുവിനെ കൊണ്ടുവന്ന കളിയാണ്. അല്ല, പശുവിനെ കൊണ്ടുവന്നില്ല, എന്നതാ മണൽ കൊണ്ടുവന്ന കളി. നമുക്ക് ബാക്കി കളിക്കിയത് ബാക്കിയല്ല. ഇന്ന് രാവിലെ തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. ഈ അഡ്വർടൈസിങ് ആണ് എനിക്ക് ഭയങ്കര പരസ്യം ഭയങ്കര ഇതാ. സ്കിപ്പ് അടിച്ചേക്കാം ഗൈസ്. ആണെന്നില്ല. മലയാളിക്ക് ഇപ്പോൾ ശരിക്കും 3 ഗെയിമുണ്ട് ഗൈസ്. ഒന്ന് കാർ ഡ്രൈവിംഗ് ഓൺലൈന്, പിന്നെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ, പിന്നെ എന്നതാ ഈ ഗെയിമാണ് ഗൈസ്. ബസ് സിമുലേറ്റർ കളിക്കുന്ന വീഡിയോ നോക്കിയിടാം. ബസ് സിമുലേറ്ററിൽ നമുക്ക് എത്ര വണ്ടിയായിരുന്നു. പിന്നെ ഡിലീറ്റ് ചെയ്ത് കയറ്റി. നമ്മൾ ആപ്പ് ഡിലീറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ അകത്ത് കുറേ മോഡ് പോയി. അതാണ് വേറെ കുഴപ്പം. പിന്നെ ഒരു മൂഡില്ല കളിക്കാൻ. കുറേ സൂപ്ര കുറേ വണ്ടി ഉണ്ടായിരുന്നു. ഇതാണ് ഹോണ്. മഴ പെയ്യാണ്. വൈപ്പർ വിട്ട് ലൈറ്റ് വിട്ട് നോക്ക്. ആദ്യമേ നമ്മൾ ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചാൽ മണലെടുക്കാനുണ്ട്. നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ആരും ചോദിക്കാൻ പറ്റില്ല. സൈഡിൽ തന്നെ പെട്രോൾ പമ്പുണ്ട്. ഈ ഗെയിമിൽ വേറെ പ്രത്യേകത കൊണ്ടുവന്നിരിക്കുന്നത് വണ്ടിക്ക് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കട്ടറെല്ലാം ഇറങ്ങുമ്പോൾ വണ്ടി കിടന്ന് ഷെയ്ക്കാണ്. ആ പരിപാടിയില്ല കൊണ്ടുപോയിട്ടുണ്ട്. സൗണ്ട് കുറയ്ക്കുക. ഈ വണ്ടി പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലത്തെ പകുതി വണ്ടിയുണ്ട്. നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറുണ്ട്, ഇന്നോവയുണ്ട്, പിന്നെ MGയുടെ കോമറ്റീവി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി എൻ്റെ പൊന്ന് ചേച്ചിയെ, ചേച്ചി കാരണം ഇപ്പം നമ്മൾ വടിയായി. ഇതുവഴി ടേൺ എടുത്ത് ഇങ്ങോട്ട് കയറിയാൽ മതി. ആ ചേച്ചിയുടെ തിരിവ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അങ്ങോട്ട് പോയാണ്. ആ ചേച്ചിയാണെങ്കിൽ തിരിച്ച് ഇൻഡിക്കേറ്റർ വിടാതെ വളഞ്ഞങ്ങ് പോയി. ഈ മഴയൊന്ന് തീരുവായിരുന്നതിൽ ഗൈസ് ഇപ്പം നമുക്കൊരു മാപ്പ് ലോഡാവും. ഡേറ്റിംഗ് ആൻഡ് വീഡിയോ കോളിംഗ് ആപ്പുകളിൽ ഗൈസ്, ചേച്ചീനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എൻ്റെ പണി പരസ്യം വരുന്ന പരിപാടി എനിക്കിഷ്ടമല്ല. വന്നിരിക്കുന്നു. നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പുറത്തുനിന്ന് വണ്ടി വരുന്നില്ല എന്ന് വിചാരിച്ചു. വണ്ടിയൊന്നും വരുന്നില്ല. നമ്മൾ ശകലം സ്പീഡിൽ അത് കണ്ടോ. ഇതാണ് എൻ്റെ കുഴപ്പം. കണ്ടോ,
അളവ് കണ്ടോ ഇളക്കം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഒറിജിനാലിറ്റി ഗെയിമിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈപ്പർ ഓഫ് ചെയ്തേക്കാം, ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. മഴ തീർന്നിട്ടുണ്ട്. ബസ് വരുന്നേ. നമ്മൾ പിന്നെ ഡ്രൈവിങ് പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് പേടിയില്ല. നമ്മൾ പ്രോ റൈഡർ കണ്ണാപ്പിയ. ചവിട്ടിയേക്കാം. ഇതിലേതേലും കുഴി ചെന്ന് കയറും ഗൈസ്. ആ വണ്ടിയെ ചെന്നിരുന്നേനെ ഭാഗ്യത്തിന് തട്ടിയില്ല. ഓ വഴിയും പോയി. റിവേഴ്സ് എടുക്കാം. നമ്മളിപ്പോൾ പ്രോ റൈഡർ കണ്ണാപ്പ് ചെയ്തതിന് നമ്മൾ വീണ്ടും വഴി കയറിയിട്ടുണ്ട്. വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ അമ്മ ജസ്റ്റ് മിസ്സിപ്പോൾ അയാളുടെ നെഞ്ചത്തിരുന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈക്കുകാരനും കൂടെ ഒന്ന് പോയാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. വണ്ടിയില്ലല്ലോ. പൊന്നെ ആംബുലൻസിനെ നോക്കി കേസ് ജസ്റ്റ് എ കോൾ. അമ്മേനെ അന്വേഷിച്ച് വിളിച്ചാണ്. നമ്മുടെ രക്ഷയോട് പറഞ്ഞ അമ്മ വിളിക്കുവായിരുന്നു. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കേസ് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ചിലവർ കോൾ ചെയ്യും. പട്ടേ പരിപാടി. ഈ ആംബുലൻസുകാരനെ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ പറ്റണ്ട എൻ്റെ പൊന്നെ. ഈ ബസ്സുകാർക്കൊന്നും കണ്ണും മൂക്കില്ല. നമ്മളെ അനിമോൾ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് നമ്മൾ സീറിങ്ങിൻ്റെ അടുത്ത ഫോണാണ്. പിന്നെ 1 വരും, 2 ഫോണ്, 3 തിരിച്ച് അങ്ങോട്ട് പോകണം. ഭാഗ്യത്തിന് നമ്മുടെ ആ സ്പീഡോമീറ്ററിൻ്റെ അവിടെ നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് കാണിക്കുന്നുണ്ട്. 100-ന് ഇതുവരെ താഴോട്ട് പോയിട്ടില്ല. നമ്മൾ പ്രോ റൈഡർ ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഇടിപ്പിക്കുമോ? ഇല്ല. പെട്രോൾ 184 ലിറ്ററുണ്ട്. നമ്മൾ അടിക്കുകയാണെങ്കിൽ ഫുൾ ടാങ്കേ അടിക്കത്തുള്ളൂ. 200 ലിറ്റർ. പ്രോ റൈഡർ എടുക്കേണ്ട ആവശ്യമുണ്ട്. ചെറുതായിട്ട് വഴിയൊന്ന് മാറിപ്പോയി. ഞാനോർത്ത ബ്ലോക്കിൻ്റെ അതുവഴി കൂടെ എടുക്കണ്ടെന്ന്. ശരിക്കും അതുവഴിയല്ല എടുക്കണ്ടേ, ഇവിടെ അതുവഴിയൊക്കെ പോകേണ്ടതാണ് ചെയ്യേണ്ടത്. ആംബുലൻസിനെ എനിക്ക് ഓവർടേക്ക് ചെയ്യണം. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് റൂൾസ് ഇല്ലല്ലോ.
ഗൈസ് നമ്മുടെ 90 ഹെൽത്ത് ആയിട്ടുണ്ട്. വണ്ടി റിപ്പയർ ചെയ്യണം. ഗൈസ് ഈ വഴി കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ചെറുതായിട്ടൊന്ന് വീണ്ടും വണ്ടി എടുപ്പിച്ചു. ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഗതി ഒന്ന് കാണിച്ചു തരാം. വണ്ടി ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ അവസ്ഥ. 2 ഇടി അടിച്ചു. ഈ കണ്ണനങ്ങി കണ്ടല്ലോ. പോകുന്ന വഴിക്കൊന്ന് ശരിയാക്കണം. പോകുന്ന വഴിക്ക് പറ്റുവാണെങ്കിൽ ശരിയാക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ഗ്യാരേജിൽ ചെന്നിട്ട് നമുക്ക് ശരിയാക്കണം ഗൈസ്. 2 ഇടിയടിച്ച് 83% ഹെൽത്തായി. ഒരു റിപ്പയർ ഷേപ്പ് പോലും ഇല്ലാത്ത ഗൈസ് ഒരു പ്രശ്നം. മണലെടുക്കാൻ നമ്മളൊരു കുത്തനെ കയറ്റം കയറുവാണ്. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. നീലക്കാറിൻ്റെ വണ്ടി ഗൈസ് നമ്മൾ ഇതുവഴിയാണോ പോകണ്ടേ? അതെ അതെ ഗൈസ്, നല്ല സുഖമുണ്ട് ഈ വഴി കൂടെ വണ്ടി ഓടിക്കാൻ. ഗൈസ് നമുക്കൊരു ഡ്രിഫ്റ്റ് അങ്ങോട്ട് ആക്കിയേക്കാം. ഹാൻഡ്രയ്ക്ക് വീണില്ല തേഞ്ഞ്. ഗൈസ് നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാവേ. ഗൈസ് എവിടെയോ ചെന്ന് കയറി. ഡ്രിഫ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് കറക്റ്റ് കയറ്റി നിർത്തി. വണ്ടിയിൽ മണൽ ലോഡാക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി വീണ്ടും ഇടിച്ചു. വീണ്ടും ഇടിച്ചു. ഇതുവഴി ഇറങ്ങാമെന്ന് നോക്കാം. ഇതുവഴി ഇറങ്ങാമല്ലോ. എൻ്റെ പൊന്നണ്ണാ, എടാ നിങ്ങൾക്കെല്ലാം വരുന്ന അടുത്താണ്. യമന്മാർക്കൊന്നും കണ്ണു നോക്കൂല. നമ്മൾ വീണ്ടും വണ്ടി എടുത്തു. 66% ഹെൽത്ത് ആയി ഗൈസ്. ചുമ്മാ ഈ ഓരോരുത്തന്മാർക്ക് ഓടിക്കാനും അറിയാതെ വന്ന് ഇടിച്ച് അവർക്ക് വണ്ടി ഇറങ്ങി വരുന്നെന്ന് കണ്ട് നിർത്തിക്കൂടെ. ചുമ്മാ പ്രോ റൈഡർമാരെ പേര് കേൾപ്പിക്കാൻ. ഇന്നോവ പോകുന്നു. ഇത് നമ്മുടെ സുസുക്കിയുടെ ക്യാരിയോ അങ്ങനെ കൊണ്ട് പറയുന്ന വണ്ടി. മാപ്പ് ലോഡിങ് ഇപ്പോൾ അടുത്ത ആരും കോളൊന്നും ചെയ്തില്ലല്ലോ. അപ്പുവേ വീഡിയോ ഓഫ് ചെയ്തില്ല. അമ്മ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞേ.
ഈ ഫോൺ എന്നാ ചൂടായിന്ന് നോക്കിക്കപ്പോ ചെവിയിലോട്ട് വെക്കത്തില്ല. തരാം. സോറി എൻഡിങ് ഇട്ടേന്. ശരിക്കും ഞാൻ എൻഡിങ് ഇട്ടല്ല, പെട്ടെന്ന് അമ്മേനെ കാണിക്കാൻ വേണ്ടി എൻഡിങ് ഇടണ്ട വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതും എല്ലാം പോയി. വണ്ടിയുടെ കോലം കണ്ടല്ലോ എല്ലാവരും. നമുക്ക് വണ്ടി എങ്ങനെ റിപ്പയർ ചെയ്യണ്ടേന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഗ്യാരേജിൽ പിടിച്ചേക്കുമ്പം ഇങ്ങനത്തെ ഒരാട് വരും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുക? അങ്ങ് സ്കിപ്പ് ചെയ്യുക. സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ലോബിയിലോട്ട് നമ്മൾ ചെല്ലും. എന്നിട്ട് ഗ്യാരേജ് പിടിച്ച് വെക്കുക. എന്നിട്ട് റിപ്പയർ ചെയ്യുക. അത് അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ടോ? അത് ഓഫ് ചെയ്തെടുക്കൂ. റിപ്പയർ ചെയ്യാം. 17,000 രൂപ കൊടുത്ത് റിപ്പയർ ചെയ്യാം. ഫ്രീ ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം. നമ്മൾ തൽക്കാലം ഫ്രീ ആയിട്ടാണ്. ഫോൺ ചൂടാ, എന്റെ ചെവി പഴുത്തു പോവായിരുന്നു. ഞാൻ ഫോൺ തരത്തില്ല, ഉറപ്പാ. വെറുതെ അടി ഉണ്ടാക്കല്ലേ. ഓഫ് ചെയ്യേ. ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. ഈ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നിർത്തുക, അത്രേ ഉള്ളൂ. ആ വണ്ടി പഴയ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.